എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ആകർഷണ നിയമം. നമ്മുടെ ചിന്തകൾ ഊർജമാകുന്നു. മനസ്സ് ഒരു കാന്തമായി പ്രവർത്തിക്കുന്ന അവസ്ഥ. അതിതീക്ഷ്ണമായി നമ്മൾ ചിന്തിക്കുന്ന എന്തും ഒരേ രീതിയിൽ തന്നെ ആയിരം പ്രാവശ്യം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്ത പ്രപഞ്ചത്തിലേക്ക് പോയി അതിനുള്ള സാഹചര്യം അത് നമ്മളിലേക്ക് ആകർഷിച്ച് അട്രാക്ട് ചെയ്തെടുക്കുന്നതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുക. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വേദങ്ങളിലുണ്ട്, ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്, എല്ലാ മതഗ്രന്ഥങ്ങളിലും ലോ ഓഫ് അട്രാക്ഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആധുനിക ശാസ്ത്രം സയൻസ് റിസർച്ച് ചെയ്തിട്ട് അതിന് പറയുന്ന രീതിയാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ തീക്ഷ്ണമായി ഇപ്പോൾ ഒരു വീടിനെ കുറിച്ച് ആഗ്രഹിക്കും, ഒരു വീട് വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ വീട് ദൃശ്യരൂപത്തിൽ ആ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ മനസ്സിൽ പൂർണ്ണമാകുമ്പോൾ അതുകൊണ്ട് ഒരു ഇന്റേണൽ വേൾഡ് എക്സ്റ്റേണൽ വേൾഡ് ഉണ്ട്. നമ്മുടെ ഇന്റേണൽ വേൾഡിൽ അതിൻ്റെ രൂപം പൂർണ്ണമാകുമ്പോൾ നമ്മളിന്ന് പോകുന്ന ചിന്തയുടെ തരംഗങ്ങൾ തോട്ട് ഫ്രീക്വൻസീസ് അത് അട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു 1 കിലോ ഇരുമ്പിനെ കാന്തിവൽക്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 കിലോ ഇരുമ്പിനെ വരെ വലിച്ചെടുപ്പിക്കാൻ അത് പറ്റും. എന്നതുപോലെ നമ്മുടെ മനസ്സിനെ കാന്തിവൽക്കരിച്ചാൽ നമുക്ക് എത്രയും വലുതും നമുക്ക് എത്ര വലിയ ബിൽഡിങ്ങും എത്ര വലിയ സാഹചര്യങ്ങളും എന്ത് സമ്പത്തും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാനായിട്ട് കഴിയും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന 2-3 രീതികളുണ്ട്. ഇപ്പോൾ അതിന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീട് വേണം എന്നുള്ളത് മാത്രം, ആ വീട് മാത്രം കണ്ടാൽ പോരാ, അതിൻ്റെ എൻഡ് റിസൾട്ടാണ് കാണേണ്ടത്. ആ വീട്ടിൽ നമ്മൾ താമസിക്കുന്നതും അനേക വർഷങ്ങൾ താമസിക്കുന്നതും അവിടെ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോകുന്നതും വീണ്ടും അഭിവൃദ്ധിയിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ കാണണം. അപ്പോൾ വീട് വെക്കുന്ന മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ വീട് വെച്ചതിന് കുറച്ച് നാളിന് ശേഷം നമുക്കത് അത്യാവശ്യം വന്ന് വിൽക്കേണ്ടതായിട്ട് വരും. ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഒരുപാട് വരുന്ന കാണുവാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് അയാളുടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം അയാളുടെ അക്കൗണ്ടിൽ 50 ലക്ഷം രൂപ വരണമെന്ന് അയാൾ സ്വപ്നം കണ്ടു. അത് തന്നെ അയാൾ സ്വപ്നം കണ്ട് മാസങ്ങളോളം സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവസാനം അയാളുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മകൻ എബ്രോഡാണ്, അവർക്കിവിടെ ഒരു വസ്തു വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം അവിടെ നിന്ന് നെറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്തു. അത്രയും പണം എടുത്ത് വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിന് കൊടുക്കാൻ പറഞ്ഞു. അക്കൗണ്ടിൽ പണം വന്നു, പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നതുപോലെ തന്നിലേക്ക് ആ പണം വരുന്നതും താൻ അത് ഉപയോഗിക്കുന്നതും ഏതെല്ലാം വിധത്തിൽ അത് ഉപയോഗിക്കുന്ന പ്രയോജനപ്പെടുന്നതെല്ലാം കാണണം. ഒരു പെൺകുട്ടി ഒരു ക്ലാസ്സിൽ വന്നു. അപ്പോൾ പെൺകുട്ടി 10, 28, 29 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ ആദ്യത്തെ കല്യാണം അയാളുടെ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് അന്ന് തന്നെ കണ്ടുപിടിച്ചു. അടുത്ത ദിവസങ്ങളിൽ പിതാവിനെ അറിയിച്ചു. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം അവിടെ വന്ന് ആ ബന്ധം വേർപെടുത്തി തിരിച്ചു പോന്നു കഴിഞ്ഞത് എല്ലാ chadi.com മാട്രിമോണിയൽ സൈറ്റും എല്ലാം രജിസ്റ്റർ ചെയ്ത് 5-8 വർഷം വെയിറ്റ് ചെയ്തിട്ട് കല്യാണം ശരിയായില്ല. അപ്പോൾ ഇനി എനിക്ക് എങ്ങനെ അത് ഈ മനഃശക്തി കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും? അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, ഒന്നാമതായി അതിനെ ഫീൽ ചെയ്യണം. FTBA. അപ്പോൾ കല്യാണം കഴിക്കുന്നതായിട്ട് അതിനെ ഫീൽ ചെയ്യണം. കല്യാണം കഴിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന തോട്ട് നമുക്ക് വരണം. ആ കുട്ടിക്ക് അതിൻ്റെ തോട്ട് വരണം. അതുപോലെ തന്നെ ബിലീഫ്, എൻ്റെ കല്യാണം എന്നിലേക്ക് എനിക്ക് ഏറ്റവും അർഹമായ ആൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എപ്പോഴും ആ കുട്ടിക്ക് ബിലീഫ് ചെയ്യാനായിട്ട് പറ്റണം. 4-മതായിട്ട് ആക്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി, അത് കണ്ടെത്താനായിട്ടുള്ള. അപ്പോൾ എങ്ങനെയൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും, അതിന് പരസ്യം കൊടുക്കുക, ഇൻ്റർനെറ്റോ ബാക്കി മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നിടത്തെല്ലാം ഉപയോഗിക്കണം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഫീലിംഗ്. അപ്പോൾ എൻ്റെ കല്യാണം നടക്കൂല, എനിക്ക് മാത്രം കല്യാണം കിട്ടൂല, എൻ്റെ കല്യാണം മാത്രം അടുത്ത കാലത്തേക്ക് നടക്കൂല എന്ന് മനസ്സ് പറയുമ്പോൾ നടക്കാതിരിക്കാനുള്ള ഊർജ്ജം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം നടക്കുന്നതും അനേക വർഷങ്ങൾ, അപ്പോൾ 25th ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്നതൊക്കെ അവർ കാണണം. കുട്ടികളെ വളർത്തുന്നതും കുട്ടികൾ വലിയ നിലയിലായിത്തീർന്നതും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് വളരെ സൗഹൃദത്തോടു കൂടി ആ മാരേജ് ലൈഫ് മുന്നോട്ട് പോകുന്നതൊക്കെ അവർക്ക് കാണാനായിട്ട് പറ്റണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോട്ട് വരുവാണ്, എൻ്റെ കല്യാണം മാത്രം നടക്കില്ല, എൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ ആദ്യം വിട്ടതിന് നെഗറ്റീവായിട്ടുള്ള തോട്ട് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഊർജ്ജ രൂപത്തിൽ പോകുമ്പം ആദ്യം പോയ തോട്ടുകളൊക്കെ ക്യാൻസൽ ആകുകയും വിപരീത ഗുണം ഉളവാകുകയും ചെയ്യും. പിന്നെ അവർക്ക് തോന്നേണ്ടത് ബിലീഫാണ്, വിശ്വാസം. എന്തായാലും ഒരു നിശ്ചിത കാലത്തിനകത്ത് എൻ്റെ സോൾമേറ്റ് എന്നെ അന്വേഷിച്ച് വരും, ഞാനുമായിട്ട് കണക്റ്റഡ് ആകും, കല്യാണം നടത്തുന്ന പൂർണ്ണമായിട്ടും അത് 100% പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അതേപോലെ തന്നെ ആക്ഷൻ, നല്ലതുപോലെ ആക്ഷൻ വേണം. എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട രീതിയിലെല്ലാം അന്വേഷിക്കേണ്ട രീതിയിൽ അന്വേഷിക്കണം, ആൾക്കാരെ എൻഗേജ് ചെയ്യണം, എല്ലാ രീതികളും മാസീവ് ആക്ഷൻ വേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 4 കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ വേണ്ടി പറഞ്ഞത്.
അതേപോലെ തന്നെ ദുഃഖിതരായിരിക്കുന്ന ആൾക്കാർക്ക്, എപ്പോഴും സങ്കടത്തിലും വിഷമത്തിലും ദുഃഖത്തിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലിരിക്കുന്ന ആൾക്കാർക്ക് ലോ ഓഫ് അട്രാക്ഷൻ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കത്തുള്ളൂ. പോസിറ്റീവായിട്ട് വരണമെങ്കിൽ എപ്പോഴും നമ്മൾ സന്തുഷ്ടിയിൽ, സന്തോഷത്തിൽ, എല്ലാവരോടും തൃപ്തിയോട് കൂടി ഇരിക്കണം. അപ്പോൾ സന്തോഷത്തിലിരിക്കണം. മറ്റൊരു കാര്യം, നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, കൃതജ്ഞത വേണം. എല്ലാവരോടും കൃതജ്ഞത. നമുക്കിപ്പോൾ ഉള്ളതിൻ്റെ ഉപകാരസ്മരണ ഒരു 10 ലക്ഷം ഇരട്ടിയായിട്ട് നമ്മളത് പ്രകടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. മറ്റൊന്ന്, നമുക്ക് ഗ്രഡ്ജസ് സൂക്ഷിക്കുകയാണെങ്കിൽ, പക സൂക്ഷിക്കുകയാണെങ്കിൽ, ദേഷ്യം സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ വരത്തുള്ളൂ. നമുക്ക് നല്ല കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനോട് ആകർഷിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്രഡ്ജസ് ഒട്ടും സൂക്ഷിക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും നല്ലൊരു സ്നേഹത്തിൻ്റെ വികാരം, നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പോലും നമ്മൾ സ്നേഹിക്കുന്നതും അവർക്ക് നന്മ ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ നന്മയിൽ സന്തോഷിക്കുന്നതും അവരുടെ നേട്ടങ്ങൾ സന്തോഷിക്കുന്നതുമായൊരു മനസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ജോലി നമ്മൾ ആഗ്രഹിക്കുക, ആ ജോലി മാത്രം വെറുതെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല, അതിനകത്ത് ദൃശ്യരൂപത്തിൽ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി വരികയുണ്ടായി. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് തോറ്റിട്ടൊക്കെ ജയിച്ച് ബിടെക് പാസ്സായി വന്നു. പക്ഷേ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇൻഫോസിസിൽ ജോലി ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഇൻഫോസിസിൻ്റെ കാമ്പസിൽ അവരുടെ ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാനായിട്ട്. അപ്പോൾ ദൃശ്യരൂപത്തിൽ അകത്തേക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫീലിങ്ങിൽ എപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടാവണം. അടുത്തത് നമുക്ക് വേണ്ടത് എങ്ങനെയൊക്കെ നേടാം. ലാംഗ്വേജ് അപ്ഗ്രേഡ് ചെയ്യണോ, സോഫ്റ്റ് സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യണോ, അപ്പോൾ എങ്ങനെ എനിക്കത് നേടാമെന്നുള്ളതിനെക്കുറിച്ച് ഇത് പോസിബിളാണ്, പക്ഷെ അതെങ്ങനെ എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട്, ഞാൻ ഇൻഫോസിസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇൻഫോസിസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിൽ പൂർണ്ണ വിശ്വാസവും പിന്നെ അതിന് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനും അവിടെ നോട്ടിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ പോലും HR മാനേജർക്ക് അയച്ചുകൊണ്ടിരിക്കുക കത്ത്. അപ്പോൾ അങ്ങനെ ആക്ഷൻസ്, മാസീവ് ആക്ഷൻ, അത് നമുക്ക് സാധ്യമാണ്. പിന്നെ നമുക്ക് വേണ്ടത് എപ്പോഴും നമ്മൾ സന്തോഷത്തിലിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും നന്ദിയോടുകൂടി, ഉപകാരസ്മരണയോടുകൂടി, അതുപോലെ ഫോർഗീവ്നെസ്, ആരോടും ഗ്രഡ്ജ് സൂക്ഷിക്കാതെ ഫോർഗീവ്നെസ് ആൻഡ് അൺകണ്ടീഷണൽ ലവ്. ഇത്രയും കാര്യം നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന, കാരണം എന്ത് ലോ ഓഫ് അട്രാക്ഷനിൽ സംഭവിക്കുന്നത്, നമ്മുടെ സോളിനോട് കൂടി ഒരു ദൈവാംശമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിപരതയുടെ ഒരു ചെറിയ അംശമുണ്ട്. ഒരു ശാന്തസമുദ്രം പോലെ, അറ്റ്ലാന്റിക് ഓഷൻ പോലെ ഒരു സമുദ്രമാണ് ദൈവം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുള്ളി നമ്മുടെ ആത്മാവിൻ്റെ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്, ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന ലോകം, നമുക്ക് വേണ്ടുന്ന വീട്, നമുക്ക് വേണ്ടുന്ന കാറ്, നമുക്ക് വേണ്ടുന്ന എന്തൊക്കെയാണ്, നമുക്ക് വേണ്ടുന്ന ജോലി, നമുക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം എല്ലാം ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മളിൽ തന്നെ. അതെന്തായിരുന്നാലും, റോക്കറ്റ് ആയിരുന്നാലും ശരി, ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതാണെങ്കിലും ശരി, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാനുള്ള, പക്ഷെ അതിന് വിരുദ്ധമായ ചിന്തകൾ പോകരുത്. ഞാൻ ഒരിക്കലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ആ ഹോട്ടലിലെ ഒരു എംപ്ലോയി രാവിലെ മുതൽ വെള്ളം ഒഴിച്ചു തരാനും എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നതിനിടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞു, സാർ എനിക്ക് ഒരു സഹായം ചെയ്യണം, എനിക്ക് ഇവിടുന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് ഏറ്റവും നല്ലൊരു കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടണം, ഏറ്റവും നല്ല ഹോട്ടൽ, ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടലിൽ എനിക്ക് ജോലി കിട്ടണം, ഞാനതിന് എന്ത് ചെയ്യണം? സാറിൻ്റെ ക്ലാസ് എല്ലാം ഞാൻ കേട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്നാമതായി നിങ്ങൾ അപ്പോൾ ഏത് ഹോട്ടലിൽ ജോലി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഹിൽട്ടൺ ഹോട്ടലിലാണ് ജോലി, ലണ്ടനിലെ ഹിൽട്ടൺ ഹോട്ടലിൽ ജോലി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹിൽട്ടൺ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട്, ഫീൽ ചെയ്തുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഉറങ്ങണം. രണ്ടാമതായി, ഹിൽട്ടൺ ഹോട്ടലിൽ എത്തിച്ചേരുന്നതും അവിടെ ജോലി ചെയ്യുന്നതും അതിൽ സക്സസ്ഫുൾ ആകുന്നതും അവിടെ അംഗീകാരം കിട്ടുന്നതും അപ്രിസിയേഷൻ കിട്ടുന്നതിനെക്കുറിച്ച് എപ്പോഴും സദാ ചിന്തിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമതായി, നിങ്ങൾ വിശ്വസിക്കണം പൂർണ്ണമായിട്ട് ഞാൻ ഹിൽട്ടൻ്റെ എംപ്ലോയി ആണ്. നാലാമതായി, അവർ ആപ്ലിക്കേഷൻ ക്ഷണിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ കണ്ടിന്യൂസ് ആയി അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് നിയമത്തിനുള്ള ആളെ നിങ്ങൾ കത്ത് അയച്ചുകൊണ്ടിരിക്കണം, മെയിലുകൾ അയച്ചുകൊണ്ടിരിക്കണം, ലെറ്ററുകൾ അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം പല ദിവസങ്ങൾ, പല പ്രാവശ്യങ്ങൾ, പല മാസങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഏതാണ്ട് 1 വർഷത്തോളം നിരന്തരം വീണ്ടും ആ ഹോട്ടലിൽ പല പ്രാവശ്യം ലൈഫ് ലൈൻ്റെ വർക്ക്ഷോപ്പ് നടത്തുമ്പോഴെല്ലാം ഈ അദ്ദേഹത്തെ കാണാനും വളരെ ഉത്സാഹത്തോടു കൂടി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാക്കിലൂടെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ എപ്പോഴും സന്തോഷത്തിലിരിക്കണം, ഒരു സമയത്ത് പോലും ദുഃഖം, പ്രയാസം ഉണ്ടാകരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, ചെറിയ കാര്യത്തിൽ ഇപ്പോൾ കിട്ടിയേക്കുന്ന ജോലിക്കും ഇപ്പോൾ കിട്ടിയേക്കുന്ന അംഗീകാരത്തിനെല്ലാം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും എല്ലാവരോടും ആരെങ്കിലും പകയുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും,
അവരെല്ലാം ബ്ലെസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. മറ്റുള്ളവരോട് അൺകണ്ടീഷണൽ ലവ്, ഉപദ്രവിച്ചിട്ടുള്ളവരോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ കാര്യം കൂടെ ഈ പറഞ്ഞ 1 വർഷത്തിനകത്ത് അദ്ദേഹം പ്രാബല്യത്തിൽ വരുത്തി. അത് കഴിഞ്ഞ് ഞാൻ ഏതാണ്ട് കുറേ നാളുകൂടെ കഴിഞ്ഞ് അവിടെ ഒരു ക്ലാസ്സിന് ചെന്നപ്പോൾ അദ്ദേഹം അന്ന് അവിടുത്തെ എംപ്ലോയി അല്ല. അപ്പോൾ ക്ലാസ്സിൻ്റെ പുറകിൽ അദ്ദേഹം ഒരു പെട്ടി ചോക്ലേറ്റുമായിട്ട് വന്നു നിന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഈ ചോക്ലേറ്റ് വിതരണം ചെയ്ത് അദ്ദേഹം പോവുകയുണ്ടായി. അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് ആഗ്രഹിച്ചതുപോലെ തന്നെ സെയിം ഹോട്ടലിൽ ലണ്ടനിൽ ജോലി കിട്ടിയിരിക്കുകയാണ്, ഞാൻ അടുത്ത ആഴ്ച അവിടേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെ അത് സാധ്യമായി? അപ്പോൾ അവർ ആപ്ലിക്കേഷൻ ക്ഷണിക്കാഞ്ഞിട്ട് പോലും കൂടെ അയച്ചുകൊണ്ടിരുന്നിട്ട് എങ്ങനെ അത് സാധ്യമായി? അപ്പോൾ അത് നമ്മൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിൽ വന്നു ചേരും. അപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ലൈബ്രറിയിലെ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പറുകൾ പറഞ്ഞവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. കുട്ടികളുണ്ടാകാതിരുന്നിട്ടുള്ള ആൾക്കാർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു വേദിയല്ല, പക്ഷേ സ്റ്റിൽ ഡോക്ടറുടെ എല്ലാ സഹായവും എടുക്കണം. പക്ഷേ മനസ്സിൻ്റെ പാർട്ട് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ ആവശ്യമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന കൂടെ മനസ്സിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെ കല്യാണം കഴിച്ചിട്ട് പല വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിയിലൊരു വലിയ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഓമനത്തുള്ളൊരു കുട്ടിയുടെ പടം ഇടുകയും അതുപോലെ ഒരു കുട്ടി നമ്മളുടേതാണ് എന്ന് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുകയും കുട്ടി അവിടെ ഉണ്ട് ബെഡിൽ, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സൗകര്യം ഇട്ടുകൊണ്ട് കാത്തിരിക്കുക. അതുപോലെ തന്നെ ആ കുട്ടി നമ്മളിലേക്ക് വരാനുള്ളതിൻ്റെ എപ്പോഴും തോട്ട് ഇങ്ങനെ കുട്ടി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ എല്ലാ ഭാവങ്ങളും, മുഖം, കണ്ണ്, പുരികം, കവിള്, അതുപോലെ എല്ലാ ഭാഗങ്ങളും, കഴുത്ത് എല്ലാം നമുക്ക് കാണാം, കയ്യിലെ തൊടാം, ഫീൽ ചെയ്യാം. അപ്പോൾ അത് ഉണ്ടാവണം, അതിനെക്കുറിച്ചുള്ള തോട്ട് ഉണ്ടാകണം, ഫീലിംഗ് ഉണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ വിശ്വാസം, 100% എനിക്കൊരു കുട്ടി ഉണ്ടാകും, എൻ്റെ രീതിയിലുള്ള കുട്ടിയായിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയും ആക്ഷനും, മരുന്നുകൾ കഴിക്കുക, എന്തെങ്കിലും ചെറിയ സർജറികൾ നടത്തുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്, അതിനുള്ള ആക്ഷനും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങളും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പും ഒക്കെ അവർ തുടരേണ്ടതുണ്ട്. അപ്പോൾ അതോടുകൂടി അതിൻ്റെ കൂട്ടത്തിൽ അവരെപ്പോഴും സന്തോഷത്തിലിരിക്കണം. ഇതെല്ലാം മോൾ പറഞ്ഞ 4 കാര്യങ്ങളും ചെയ്തിട്ട് എപ്പോഴും ദുഃഖത്തിലും സങ്കടത്തിലും വിഷമത്തിലും എതിർ വികാരങ്ങളോട് കൂടി ഇരുന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. എപ്പോഴും സന്തോഷത്തിലിരിക്കണം. അതുപോലെ തന്നെ കൃതജ്ഞത നമുക്ക് നേടിയിട്ടുള്ള, ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്, നമുക്ക് കഴിക്കുന്ന വെയിലിന് എല്ലാം, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. 100 ഗ്രാറ്റിറ്റ്യൂഡ്, കഠിനമായി വിഷമമുള്ള ആൾക്കാർ 100 ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും എഴുതുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് കടബാധ്യതയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കടം മാറണമെങ്കിൽ ഒരു 100 ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ബുക്കിൽ എല്ലാ ദിവസവും 100 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തന്നെ വീണ്ടും എഴുതാം, പുതിയ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന അപ്പം നമ്മുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ്റെ നില വളരെ ഉയരത്തിലേക്ക് പോകും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലായിടത്തും എക്സ്പ്രസ് ചെയ്യുക, അതുകൂടാതെ സ്നേഹം പ്രകടിപ്പിക്കുക, അൺകണ്ടീഷണലായിട്ട് സന്തോഷത്തിലിരിക്കുക. അതോടൊപ്പം തന്നെ ആരോടും ദേഷ്യമില്ലാതെ, ഒരു ഗ്രഡ്ജസും ഇല്ലാതെ എല്ലാവരോടും ഫർഗീവ് ചെയ്ത് ജീവിക്കുന്ന മൊത്തത്തിലുള്ളൊരു യൂണിറ്റ് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തായിരുന്നാലും അത് നിങ്ങളുടെ മനസ്സിന് വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ, വലുതോ ചെറുതോ എന്നുള്ളതല്ല, ഇപ്പോൾ 1 രൂപയാണോ 1 ലക്ഷമാണോ 1 കോടിയാണോ എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിന് വിശ്വാസമെന്ന് ഞാൻ ഒരു ഭാഗം പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന എല്ലാം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായും കഴിയും. നിങ്ങൾക്ക് കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.